അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈക്കു എന്നൊരു ജാപ്പനീസ് കവിതാ രൂപത്തെക്കുറിച്ചാണ്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ നോക്കാം. ഹൈക്കുവിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കിതിൽ പഠിക്കണം. അതുപോലെ തന്നെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഹൈക്കുവിൽ ഉൾപ്പെടുക എന്നുള്ളതും. ഹൈക്കു എന്ന് പറയുന്നത് എന്താണ്, ഒരു ജാപ്പനീസ് പോയട്രിയാണ് അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് പറയുന്നത്, നേച്ചറും ഫീലിങ്സും ആണ് ഹൈക്കു കവിതകൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നേച്ചർ, ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ഫീലിങ്സ് ഒക്കെയാണ് നമ്മുടെ ഹൈക്കു കവിതകൾ കൂടുതലായിട്ടും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഒറിജിനേറ്റഡ് ഇൻ ജപ്പാൻ. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ഇമേജ് മനസ്സിലുണ്ടാവണം. ജപ്പാനിലാണ് ഈ ഹൈക്കു കവിതകൾ ഉണ്ടായത്, അതായത് രൂപം കൊണ്ടത്. അതുപോലെ തന്നെ നേച്ചറും അതുപോലെ ഫീലിങ്സും ഒക്കെ ആയിരുന്നു അതിൻ്റെ പ്രധാനമായിട്ടുള്ള തീമായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് നേച്ചർ പോംസ്, അതായത് ഒരുപാട് പോയറ്റ്സ് എന്തിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, നേച്ചറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ, നമ്മൾ എപ്പോഴെങ്കിലും ജപ്പാനെ കുറിച്ച് നമ്മൾ ഓർക്കും, നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നൊരു ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ചെറികളൊക്കെ പൂത്ത് നിൽക്കുന്ന ആ ഒരു ഓട്ടം സീസണാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലേ. അപ്പോൾ ആ ഒരു ഇമേജ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക, ഹൈക്കു, ജപ്പാൻ, ദെൻ ചെറി ബ്ലോസം. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാവും, അതെ, ഹൈക്കു കവിതകൾ ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്, ജപ്പാനിലാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു തീം വരുന്നത് എന്താണ്, നേച്ചറാണ്. ആ ഒരു നേച്ചറും അപ്പോൾ ജപ്പാനിലാണ് അത് ഒറിജിനേറ്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഈ ഹൈക്കു എന്ന് പറയുന്ന കവിതകൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയോ, വളരെ കുറഞ്ഞ ലൈൻസേ അതിനുണ്ടാവുള്ളൂ. മാക്സിമം എത്ര ലൈൻസ് ഉണ്ടാവും, 3 വരികളൊക്കെയാണ് അതിന് മാക്സിമം ഉണ്ടാവുക. പക്ഷേ അതിന് സാധാരണ നമ്മുടെ കവിതകൾക്കൊക്കെ എന്തുണ്ടാവും, റൈമിങ് വേർഡ്സും റൈമിങ് സ്കീമും ഒക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ നമ്മുടെ ഹൈക്കു കവിതകൾക്ക് എന്തുണ്ടാവില്ല, റൈമിങ് സ്കീമോ അല്ലെങ്കിൽ റൈമിങ് വേർഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നിന്നുള്ള ഒരു ഓവർഫ്ലോ ആണ്. നമ്മുടെ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് ഒഴുകി വീഴുക ചെയ്യുക. വെറും 3 വരികളിൽ ഒരു വലിയ മീനിങ് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ടാവും, ക്യാരി ചെയ്യുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഹൈക്കു കവിതകളൊക്കെ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു തീം അത്രയധികം പകർന്നു കൊടുക്കും. അതായത് ഒരു ചെറിയൊരു ടോപ്പിക്കായിരിക്കും, നമുക്ക് തോന്നും ഈ 3 വരിയിൽ ഇപ്പോൾ എത്രത്തോളം അർത്ഥം അതിൽ ഉൾക്കൊള്ളാൻ പറ്റും. അതിൽ അത്രയധികം അർത്ഥങ്ങൾ, ആദ്യത്തെ 2 വരികൾ എന്താണ് ആ ടോപ്പിക് എന്ന് പറയും. പക്ഷേ മൂന്നാമത്തെ ഒരു കുഞ്ഞു വരി ഉണ്ടാവും. ആ കുഞ്ഞു വരിയിൽ ആ 2 വരിയുടെയും മീനിങ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അടങ്ങിയിട്ടുണ്ടാവും എന്ന് മാത്രമല്ല എന്താണ് കവി ഉദ്ദേശിച്ചത് എന്നുള്ളത് വളരെ വൃത്തിയായിട്ട് ആ ലൈനിലുണ്ടാവും. അത് അത്രയധികം കണ്ടൻറ്റ്, അത്രയധികം ആ ഒരു മീനിങ് അല്ലെങ്കിൽ ആ ഒരു തീമിൻ്റെ എസൻസ് ക്യാരി ചെയ്യുന്ന ലൈൻസാണ്. അപ്പോൾ നിങ്ങൾ ഹൈക്കു കവിതയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്യുക, പ്രകൃതി, കാലാവസ്ഥ, അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, ലീവ്സ്, റെയിൻസ്, ഫ്ലവേഴ്സ്, സൺറൈസ്, മൂൺ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിവർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യാം. ഇതൊക്കെയാണ് എന്ത്, ഹൈക്കു കവിതകളുടെ തീംസായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് ഹൈക്കു കവിതകളുടെ കണ്ടൻ്റായിട്ട് വരുന്നത്. അപ്പോൾ പ്രകൃതി അല്ലെങ്കിൽ ലവ്, ഇങ്ങനത്തെ കുറച്ച് വികാരങ്ങൾ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് പഠിക്കുക നിങ്ങളൊക്കെ ഹൈക്കുവിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്. ഇനി നമുക്കതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഹൈക്കു കവിതയുടെ സ്ട്രക്ചർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എത്ര ലൈൻസാണ് ഒരു ഹൈക്കു കവിതയിൽ ഉണ്ടാവുക, അതെ, 3 ലൈൻസാണ് ഒരു ഹൈക്കു കവിതകളിൽ ഉണ്ടാവുക. പിന്നെ എന്തുണ്ടാവില്ല അവിടെ, റൈമിങ് വേർഡ്സോ റൈമിങ് സ്കീമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലും ഓക്കെയാണ്. ഈ ഹെഡിങ് അഥവാ ടൈറ്റിൽ കൂടാതെയാണ് 3 ലൈൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വരി എന്ന് പറയുന്നത്, ആദ്യത്തെ ലൈനിൽ 5 സിലബിൾസ് ഉണ്ടാവും. എത്ര സിലബിൾസ് ഉണ്ടാവും, 5 സിലബിൾസ് ഉണ്ടാവും. സെക്കൻഡ് ലൈനിൽ എത്ര സിലബിൾസ് ഉണ്ടാവും, 7 സിലബിൾസ് ഉണ്ടാവും. തേർഡ് ലൈനിൽ അഥവാ അവസാന വരിയിൽ 5 സിലബിൾസ്, അതായത് ഫസ്റ്റും ലാസ്റ്റും 5 സിലബിൾസുള്ള ഓരോ വരികൾ, സെൻറ്ററിൽ 7 സിലബിൾസ് വരുന്ന ഒരു വരി. ഇതാണ് ഹൈക്കു കവിതയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ.
നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈക്കു കവിതയുടെ സ്ട്രക്ചറും പ്രത്യേകതയും അല്ലെങ്കിൽ ഫീച്ചറും ഏകദേശം ഒരുപോലെ ആയിരിക്കുന്നത്. അതായത് 3 വരികളെ ഉണ്ടാവുള്ളൂ. വെരി ഷോർട്ടായിട്ടുള്ളൊരു പോം ആയിരിക്കും, ബട്ട് ഇറ്റ്സ് വെരി പവർഫുൾ ഓൾസോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹൈക്കു കവിതയെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് നോക്കാം. എന്തൊക്കെയാണ്, ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ കവിത എന്ന് നോക്കാം. ഹൈക്കു എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കവിതാ രൂപമാണ് അല്ലേ. പിന്നെ അടുത്ത പോയിൻ്റ് എന്തായിരുന്നു, എവിടെയാണ് ഇത് ഒറിജിൻ ചെയ്തത്? എവിടെയായിരുന്നു? ജപ്പാനിലായിരുന്നു ഇത് ഒറിജിൻ ചെയ്തത്. ഇതിന് കുറേ മുൻപ്, ഇത് ഈ കുഞ്ഞു കവിതയുടെ രൂപത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ഇതൊരു ലോങ് പോമായിരുന്നു, പോത്തിൻ്റെ ഒരു രൂപമായിരുന്നു. അതായത് ഹൈറൻകു എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് എന്തായി, 3 വരികൾ മാത്രമുള്ള ഒരു കുഞ്ഞു കവിതാ രൂപത്തിലേക്ക് ഹൈക്കു മാറുകയാണ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കണ്ടൻറ് അല്ലെങ്കിൽ തീമായിട്ട് വരുന്നത്? ഓഫ് കോഴ്സ് എന്തൊക്കെയാണ്? നേച്ചർ, സീസൺ, പിന്നെ എന്താണ്, ലവ്, ഫീലിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹൈക്കു കവിതയുടെ തീമായിട്ട് വരുന്നതല്ലേ. ഇനി അടുത്ത പോയിൻ്റ് എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. എന്തായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ? 3 ലൈൻസേ ഉണ്ടാവുള്ളൂ. പിന്നെ റൈമിങ് വേർഡ്സോ റൈമിങ് സ്കീംസോ ഉണ്ടാവില്ല. ടൈറ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എന്താണ്, എത്ര സിലബിൾസ് ഉണ്ടാവും ഫസ്റ്റ് ലൈനിൽ? അതെ, 5 സിലബിൾസ് ഉണ്ടാവും ഫസ്റ്റ് ലൈനിൽ. സെക്കൻഡ് ലൈനിൽ 7 സിലബിൾസ്, തേർഡ് ലൈനിൽ 5 സിലബിൾസ്. അപ്പോൾ ഈ ഹൈക്കു കവിതയെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ പറയാം. ഇതേ ക്ലാസ് തന്നെ ഇംഗ്ലീഷിലും ഈ ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ.